മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കമൻ്ററി എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. 2 ആഴ്ച മുമ്പ് പര്യവസാനിച്ച ശബരിമല തീർത്ഥാടനം, മണ്ഡലകാലവും മകരവിളക്കുമെല്ലാം കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന ലക്ഷക്കണക്കിന് തമിഴരും കന്നഡികരും ആന്ധ്രാക്കാരും ഒറീസക്കാരുമായിട്ടുള്ള ഭക്തജനങ്ങൾ കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വളരെ സായുജ്യകരമായ മാനസികാവസ്ഥയോടുകൂടിയാണ് അവർ തിരിച്ചുപോയത്. എല്ലാ വർഷവും ശബരിമലയുമായി ബന്ധപ്പെട്ട അതിശക്തമായ വിമർശനങ്ങൾ ക്ഷേത്രത്തിനകത്ത് നിന്നും, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും, പോലീസുകാരിൽ നിന്നും, അവിടെ കച്ചവടം നടത്തുന്നവരിൽ നിന്നും, അവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദത്തിൻ്റെ അളവിലും ഗുണനിലവാരത്തിലുമെല്ലാം അനവധി വിമർശനങ്ങൾ വരാറുണ്ട്. പലപ്പോഴും ഭക്തജനങ്ങളുടെ സുരക്ഷ വലിയ പ്രശ്നമാവാറുണ്ട്. ശബരിമലയിലേക്കുള്ള യാത്രയിലെ റോഡുകളുടെ അവസ്ഥ, ഭക്തന്മാർക്ക് ലഭിക്കാനുള്ള സൗകര്യങ്ങളുടെ കുറവ്, പ്രസാദവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും എല്ലാ വർഷവും മാധ്യമങ്ങൾക്ക് ഒരു ഹരമാകുന്ന വിധത്തിൽ വാർത്തയും വിമർശനാത്മകമായ കമന്ററികളുമെല്ലാമായി തീരാറുണ്ട്. ഇപ്രാവശ്യം ഒരു വാർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നെഗറ്റീവായിട്ട്. അതായത് ഭണ്ണാരത്തിൽ നിന്ന് 1-2 വ്യക്തികൾ കുറച്ച് പൈസ കൈയിട്ട് വാരി അവരെ ഇന്റലിജൻസ് പിടിച്ചു, ദേവസ്വം ബോർഡുകാർ കൂട്ടുനിന്നു. ഇതെല്ലാം ഒരു ദിവസമോ 2 ദിവസത്തോ പത്രത്തിൽ നിറഞ്ഞു നിന്നതൊഴികെ ബാക്കി ശബരിമലയിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും വിമർശനമോ പരാതികളോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള കമന്ററികളോ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് സൈലന്റായിട്ട് എത്ര ഭംഗിയായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഹോത്സവം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം, ആ ശബരിമല തീർത്ഥാടനം നടത്താൻ വേണ്ടി സഹായിച്ചത്. ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ മഹോത്സവം എന്ന് പറയാൻ കാരണം, കേരളത്തിന് പുറത്ത് നിന്ന് കോടിക്കണക്കിന് ജനങ്ങളാണ് കേരളത്തിലേക്ക് വരുന്നത്. അവർ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നു, കേരളമെമ്പാടും യാത്ര ചെയ്യുന്നു, കേരളത്തിലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, കേരളത്തിലെ പ്രകൃതിദത്തമായ സൗന്ദര്യം കാണുന്നു. അതിനെല്ലാം ഇന്റേണൽ ഡൊമസ്റ്റിക് ടൂറിസം എന്ന പേരിൽ കൂടി അസാധാരണമാം വിധത്തിൽ ഒരു ദേശീയ ഐക്യത്തിന്റെ സന്ദേശവും കൂടി പ്രായോഗികമായിട്ട് പരത്തിക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അവർക്ക് അനുഭവിക്കാതെ സാധാരണഗതിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെയോ KSRTC സമരത്തിന്റെയോ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മനഃപൂർവ്വം ഇത് തടയാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ കക്ഷികളും കുറേയൊക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനകളും ഈ ശബരിമല തീർത്ഥാടനത്തെ ഒന്ന് വിഷമകരമാക്കാൻ വേണ്ടിയിട്ട് ഹർത്താലുകളും ബന്ദുകളും എല്ലാം ഒരു വഴിപാട് പോലെ ആചരിക്കാറുള്ളത് ഇപ്രാവശ്യം അതും വലുതായിട്ട് ബാധിച്ചില്ല. ഈ ഒരു ഡൊമസ്റ്റിക് സ്പിരിച്വൽ ടൂറിസം വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുമെന്ന് കേരള ഗവൺമെന്റ് തെളിയിക്കുക ചെയ്തത്. ദേവസ്വം ബോർഡും അത് തെളിയിച്ചു.
അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്താൻ സാധിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഭാഷണത്തിനായിട്ട് യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിലെ റോഡുകൾ എത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ട് എന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. അത് ശബരിമല കാലത്ത് തന്നെ വളരെയധികം സൗകര്യപ്രദമാക്കിയിരുന്നു. അപ്പോൾ PWD ഡിപ്പാർട്ട്മെന്റ് ആയാലും, ദേവസ്വം ബോർഡ് ഡിപ്പാർട്ട്മെന്റ് ആയാലും, വാട്ടർ അതോറിറ്റി ആയാലും, ഇലക്ട്രിസിറ്റി ബോർഡ് ആയാലും, ഗവൺമെന്റിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായാലും, ഡിസ്ട്രിക്ട് കളക്ടറുടെ കീഴിലുള്ള സൗകര്യങ്ങളായാലും എല്ലാം ഒരു വിമർശനത്തിനും വിധേയമാകാത്ത വിധത്തിൽ കേരളത്തിലെ ജനതയ്ക്ക്, കേരള ഗവൺമെന്റിന്, കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും, കേരളത്തിലെ പ്രൈവറ്റ് വ്യവസായികൾക്കും ഈ സ്പിരിച്വൽ ടൂറിസ്റ്റിനെ സ്വീകരിക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം മാതാമൃതാനന്ദമയിയുടെ കർമ്മമണ്ഡലത്തിലുള്ളവരും, ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിലുള്ളവരും, സായി സേവാ സമിതിക്കാരും, RSSകാരും, ധാരാളം അയ്യപ്പ സേവാ സംഘം പോലെയുള്ള വോളണ്ടിയറി ഓർഗനൈസേഷൻസും ശബരിമലയില് ക്ലീനിങ് പരിപാടി ഏറ്റെടുത്തപ്പോൾ ശരിക്കും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥര് ഇവർക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ചെയ്തത്. ക്ലീനിങ് പരിപാടി കോൺട്രാക്ട് കൊടുത്ത് ആ കോൺട്രാക്ടേഴ്സിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ച് വിലസുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ശബരിമല, സ്വച്ഛ ശബരിമല എന്ന പേരിൽ ക്ലീനിങ്ങിന് ഇറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം അസാധാരണമാം വിധത്തിൽ സഹകരണമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് എന്നവിടെ പോയവര് പറയുകയുണ്ടായി. എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു 4.5 കോടി ജനങ്ങള് ദർശനത്തിന് വരുന്ന കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഉയർന്ന മലമുകളിലെ ഒരു ചെറിയ അമ്പലത്തിലേക്കുള്ള യാത്ര ഇന്ന് കേരളത്തിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കേരളമെമ്പാടുമുള്ള ക്ഷേത്ര ദർശനമായിട്ട് മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെല്ലാം ഈ മണ്ഡലക്കാലത്തും അതിനു മുമ്പും നോക്കിയിരുന്നു എങ്കിൽ അത് മലയാളികളല്ലാത്തവരുടെ ഒരു പ്രളയ കേന്ദ്രമായിട്ട് കാണാൻ സാധിച്ചു, നേരിട്ട് കാണാൻ സാധിച്ചു. അത്രയും അധികം വ്യക്തികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വന്നിരുന്നു. ഇത് തന്നെയായിരുന്നിരിക്കും മറ്റെല്ലാ ക്ഷേത്രങ്ങളുടെയും അവസ്ഥ. അപ്പോ നന്മ നിറഞ്ഞ കാര്യങ്ങള്, നന്മ നിറഞ്ഞ മനസ്സോടുകൂടി, നന്മ നിറഞ്ഞവരുടെ സഹകരണത്തോടുകൂടി, നന്മ നിറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിച്ചാൽ ഒരു പത്രവും ഒരു മാധ്യമവും വിമർശിക്കില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പുറകെ ഗവൺമെന്റിന് പോകേണ്ടതായിട്ടും വരില്ല. വലിയ വലിയ ഒരു സംഭവമായ സ്ഥിതിക്ക് ചെറിയ ചെറിയ കുറവുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എങ്കിലും ആ ചെറിയ കുറവുകൾ പോലും വരാത്ത വിധത്തില് വളരെ ഭംഗിയായിട്ട് കേരള ഗവൺമെന്റും സർക്കാരിന്റെ വിവിധ വകുപ്പുകളും NGO ക്ലീനിങ് പരിപാടി ഏറ്റെടുത്തവരും ഹൈന്ദവ ഐക്യത്തിന്റെ കൂടി പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുന്ന ശബരിമലയെ ഇന്ന് ധന്യമായ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. പല സമയത്തും കിംവദന്തികളോ വാർത്തകളോ പരന്നിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി വരാൻ സാധ്യതയുണ്ട് എന്ന്. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കാം വളരെയധികം കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന വിമർശനങ്ങളോ അതിനുള്ള വഴിയോ തെളിയാതെ ഭംഗിയായിട്ട് ശബരിമല തീർത്ഥാടനം നടന്നത്. എല്ലാ കാര്യങ്ങളും നന്മ നിറഞ്ഞ രീതിയിൽ നടത്താൻ എല്ലാവർക്കും ഒരുമിച്ച് സഹകരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.